കറക്റ്റ് 8 മണി. ഓക്കെ, അപ്പൊ കുറച്ചു പേരുടെ വന്നോട്ടെ. ജോജി ബ്രോ എന്തോ ഇതാ നമ്മുടെ ബോച്ചയുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, 20,000 പേരായിട്ടുണ്ട്. നമ്മുടെ ലൈവ് 26,000 പേരായിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ, ഒറ്റ മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തുടങ്ങും. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം ഈ താറിന്റെ ഗീവവേയിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇല്ലെന്ന് തോന്നുന്നു. ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബോച്ചെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. നേരത്തെ പറഞ്ഞു, ഇപ്പൊ എന്നോട് ആദ്യം പറഞ്ഞല്ല ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്നോട് ലക്ഷറികൾക്കപ്പുറം ഒരു പേരുണ്ടെങ്കിൽ അതാണ് അടുത്ത ഗീവവേ എന്നോട്. സത്യം പറയല്ലോ, ഞാൻ പുള്ളിയോട് ചോദിച്ചു, ബോച്ചെ നമുക്ക് ഇത്രയും വലുത് കൊടുക്കണം. അപ്പൊ എന്നോട് പറഞ്ഞത്, ജോജി നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത്, ഒന്നും കൊണ്ടല്ല പോകുന്നത്. ഒന്ന് ഞാൻ പറയാം, കേട്ട് എന്റെ കിളി പോയി. അടുത്തത് എന്താന്നുള്ളത് കേൾക്കുമ്പം നിങ്ങളുടെ കിളിയും പോകും. അമ്മാതിരി ഐറ്റം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ താൻ ഹാൻഡ് ഓവർ ചെയ്യേണ്ട. അതെ, നമ്മുടെ ഗീവ, അതുപോലെ തന്നെ നമ്മുടെ ഗീവവേ റെക്കോർഡാണ്. അതായത് 1.5 കോടി കമന്റ് ആണ് വന്നത്. 1.5 കോടി, 2 വീഡിയോയ്ക്കും കൂടെ 1.5 കോടി, അതായത് 150 ലക്ഷത്തോളം കമന്റ് ആണ് വന്നേക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു അല്ലേ? അതെ, ഇന്ത്യൻ റെക്കോർഡാണ്. 5 days. അതെ, 5 ദിവസം കൊണ്ട് നമ്മൾ ഇത്ര റെക്കോർഡ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റ ആഘോഷിക്കാൻ പോവാണ്. അതെ 1.5 കോടി. അതെ, നമ്മുടെ ലൈവിൽ ഇപ്പൊ ഏകദേശം 51,000 പേരുണ്ട്. 51,000 പേര് നമ്മുടെ ലൈവിലുണ്ട്. അപ്പൊ നമ്മള് ലൈവ് തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ്, കിട്ടാത്തവർ വിഷമിക്കണ്ട. കാരണം ഒരുപാട് മെസ്സേജ് എനിക്കും ബോച്ചയ്ക്കും എല്ലാം വന്ന്, കാരണം ഇതേന്ന് പറഞ്ഞ് ഒരുപാട് പേര് നോക്കിയിരുന്നായിരുന്നു. ബ്രോ എനിക്ക് തന്നെ കിട്ടും, വീടിന്റെ ഫ്രണ്ടേജ് പൊളിച്ചിട്ടുണ്ട്, താറ് കയറുമ്പോ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എനിക്ക് അല്ല അങ്ങനെ കുറെ ഇങ്ങനെ ഒന്നും മേടിക്കണ്ട. ഇനി എല്ലാ മാസം കാറ്, ബൈക്ക്, വീട്, സ്വർണം, ഡയമണ്ട് എന്ന് തുടങ്ങി ഒരു പിടി സാധനങ്ങളാണ് എല്ലാ ആഴ്ചയും ഗീവ് അവേ. കൊടുക്കുക എന്നതാണ് ഒരു വീക്ക്നെസ് ആയി പോയി. എന്നോട് പറഞ്ഞോ, ഓരോ മാസവും 1-2 ഐറ്റം വെച്ചിട്ട്, അതായത് വീട്, കാറ്, സ്വർണം, ഡയമണ്ട്, നമുക്ക് എല്ലാം കൊടുക്കാം. എന്നോട് പറയാ നമുക്ക് എല്ലാം കൊടുത്തേക്കാം. ഒച്ച അടിപൊളി പഠിച്ചാ നമ്മള്. അല്ല, ഞാന് ആരും തെറിവില്ല, നിങ്ങൾ ഷർട്ട് കൂടി അങ്ങനല്ല കേട്ടോ. ആരും അതല്ല. 1 മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട്, ഒറ്റ മിനിറ്റ്, അതായത് നമ്മള് തുടങ്ങാൻ പരിപാടി തുടങ്ങാൻ 1 മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടെ. അങ്ങനെയല്ല, സത്യം പറയല്ല ബോച്ച. നമ്മള് ഈ ടിവിയിൽ അവിടെ എടുപ്പം ബോച്ച എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്തുവാന്നുള്ളത് ഞാൻ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ബോച്ച എന്തുവാന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ പറയുന്നത്, വാക്കുകൾക്ക് അതീതമാണ്. അതേ ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ബോച്ച. ഞാൻ ആരെയും ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ബോച്ച നല്ലൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹി, അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് ഇതിന്റെ അടുത്ത് പറയാനൊന്നുമില്ല. ഒരുപാട് കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു ചോദിച്ചാൽ അതൊന്നും പറയണ്ട, അത് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം ബോച്ച ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തു. അത് എന്നോട് പറഞ്ഞു വേണ്ട, പുറത്ത് പറയണ്ട. അത് ഞാനത് നമ്മള് 2 ടൈപ്പാണ്. ചിലത് ആരും അറിയാതെ ചെയ്യും, ചിലത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യും. 2 രീതിയാണ്. വേറെ മനുഷ്യൻ. ചിലത് നമുക്ക് മനസ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരസ്യം, പബ്ലിസിറ്റി, ഇതൊക്കെ 2ഉം വേണമല്ലോ. തീർച്ചയായിട്ടും. ബിസിനസ് വേറെ, അതെ, ബോച്ച അന്നാമ വേറെ, തുണി വേറെ. അല്ല, റിയൽ ലൈഫിൽ ബോച്ച ഉണ്ടല്ലോ, റിയലിലെ കാണുന്നൊക്കെയുള്ള അടിപൊളി മനുഷ്യനാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇനി പറഞ്ഞ തെറിവില്ല, വേണ്ടി നിൽക്കണേ. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ താറിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോയിൽ നിന്ന്, അതായത് 2 വീഡിയോയിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് നറുക്കിട്ട് ഒരാൾക്ക് താറും രണ്ടാമത്തെ ആൾക്ക് നമ്മൾ 1 ലക്ഷം രൂപയല്ലേ? 1 ലക്ഷം രൂപ. യെസ്, രണ്ടാമത്തെ ആൾക്ക് നമ്മൾ 1 ലക്ഷം രൂപ. അത് 2 വീഡിയോ സെലക്ട് ചെയ്യുന്നവര് 2 വിന്നർമാർക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് പരിപാടി ഒരാൾക്ക് അടിച്ച് എന്ത് ചെയ്യും? നോക്കാം. അപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലൈവില് റെക്കോർഡ് ലൈവാണ്. 61,000 പേര്, അല്ല 61,000 പേര് നമ്മുടെ ലൈവിലുണ്ട്. ഓക്കെ, ശരി. ഇതൊരു ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ? യെസ്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളെല്ലാം കാണിച്ചാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. 62,000 അല്ല 63,000 പേരെ കാണിച്ചാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ,
ഇപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ബ്രോ ഇച്ചിരി ഒന്ന് നോക്കി പിടിക്കുമോ? ഓക്കെ, സെറ്റ് അല്ലേ ബ്രോ? കൈ അവിടെ നിന്ന് മാറ്റണേ. ഇവിടുന്ന് കൈ ഇവിടുന്ന്. ഓക്കെ, ഇങ്ങനെ പിടിച്ചാൽ മതി ബ്രോ. മണ്ടയ്ക്ക് പിടിക്കും. ഓക്കെ, ഇവിടുന്ന് അതേന്ന് ഇങ്ങനെ പിടി. ഇത് കണ്ടോ? ഇങ്ങനെ ജസ്റ്റ് അങ്ങനല്ല ബ്രോ, ഇങ്ങനെ പിടി. അങ്ങനല്ല, ഇങ്ങനെ ഇപ്പോഴാണിത് പിടിപ്പിക്കാൻ സ്ക്രീനെ തൊടല്ലേ, ഒരു കാരണവശാലും സ്ക്രീനെ തൊടല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ താറിന്റെ ഫസ്റ്റ് വീഡിയോ, അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതാണ്. 13 മില്യൺ. നമ്മുടെ ലൈവിൽ ഇപ്പം 73,000 പേരുണ്ട്. നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഈ 73,000 74,000 പേര് കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളോട് ഈ ഇത്രയും പേരോട് ഒന്ന് പറഞ്ഞോട്ടെ, കിട്ടാത്തൊരു വിഷമിക്കണ്ട. ലക്ഷറുകൾക്കപ്പുറം ഒരു പേരുണ്ടെങ്കിൽ അതാണ് അടുത്ത ഗീവ് അവേ. എല്ലാരും ഞെട്ടും, അതേ ഉള്ളു. ഇതേ എനിക്ക് പറയാനുള്ളൂ, എല്ലാരും ഞെട്ടും. അടുത്ത ബോച്ചെ നമ്മുടെ കാർ ഹാൻഡ് ഓവർ ചെയ്യുമ്പം അടുത്ത ഗീവ് അവേ നമ്മൾ അനൗൺസ് ചെയ്യും. പാൻ ഇന്ത്യൻ ഗീവ് അവേ, ഇന്ത്യക്ക് വേണ്ടി മൊത്തമായിട്ട് കൊടുക്കുവാണ് ബോച്ചെ. ആർക്ക് കിട്ടിയാലും കൊടുക്കും. ഓരോ മാസവും ഓരോ ഗീവ് അവേ വെച്ച്, 1ഉം 2ഉം ഗീവ് വെച്ചൊക്കെ എന്നോട് പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തിനാ ബോച്ചെ ഇത്രയൊക്കെ വേണോ? ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ കോപ്പി ലിങ്ക്. ഓക്കെ, ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് കോപ്പി ലിങ്ക് നേരെ നമ്മൾ കമന്റ് പിക്കർ എടുത്തു. കമന്റ് പിക്കറിൽ നിന്ന് കോപ്പി പേസ്റ്റ്. ഓക്കെ, എല്ലാരും കണ്ടല്ലോ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇത്രയും കമന്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആകുന്നത്. നമ്മളിവിടെ പ്രോ ഗീവ് അവേ ടൈറ്റിൽ നമ്മൾ ഗീവ് അവേ തന്നെ കൊടുക്കുന്നു. ഓക്കെ, വിന്നേഴ്സിൽ നമ്മൾ ഈ ഗീവ് അവേന്ന് ഒരാളെ ആയിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഒരാള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻഷൻ പറഞ്ഞേക്കുന്നത് ഒരാളെ മെൻഷൻ ചെയ്യാനാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിലും മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊരു ഭാഗ്യമാണ്. കാരണം ഇത് ഷഫിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിന്നർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നിടത്ത് ഒരാളെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ഗീവ് അവേ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ആർക്കെങ്കിലും ഒക്കെ ഇല്ലാത്തവർക്ക് കിട്ടട്ടെ, അത്ര ആഗ്രഹിച്ച് നിൽക്കുന്ന ആർക്കെങ്കിലും കിട്ടട്ടെ. ദൈവമേ, ഉള്ളവന് കിട്ടിയാൽ അത് മറ്റേ ഇല്ലാത്തവന് കൊടുക്കൂ. എനിക്ക് തോന്നുന്നില്ല, നമുക്ക് നോക്കാം. ഒരു കാറുള്ളവൻ മറ്റില്ലാത്തൊരു കാറിന്. അതെ. അപ്പൊ നമ്മുടെ ലൈവിൽ ഇപ്പം 86,000 പേര് റെക്കോർഡ് ലൈവാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. 86,000 പേരാണ് നമ്മുടെ ലൈവിലുള്ളത്. അപ്പം സ്റ്റാർട്ട് ഗീവ് അവേ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ദൈവമേ കർത്താവേ, സ്റ്റാർട്ട് ഗീവ് അവേ, സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റാർട്ട് നൗ, സ്റ്റാർട്ട് ഗീവ് അവേ. ഒന്ന് പ്രാർത്ഥിച്ചോ. എന്റെ ദൈവമേ, ആരാണോ ഭാഗ്യവാൻ? ഫസ്റ്റ് വീഡിയോ, 2 വീഡിയോ ഉണ്ട്. 2 വീഡിയോ ഓരോരുത്തരെ സെലക്ട് ചെയ്യും. ആരും പോകരുത്. നമ്മുടെ ലൈവിൽ ഇപ്പം 90,000 പേരുണ്ട്. നിങ്ങളെല്ലാം കാണിച്ചാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ലൈവിൽ ഇപ്പം 90,000 പേരുണ്ട്. നമ്മുടെ 91,000 പേര്. ഓക്കെ, ലൈവ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണോ ഭാഗ്യവാൻ? ഫസ്റ്റ് വീഡിയോ. 92,000 പേര്, 93,000 പേര് നമ്മുടെ ലൈവിൽ ഇപ്പം. നിങ്ങളെല്ലാം കാണിച്ചാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും പേരെ കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കമന്റ് ഉള്ളതുകൊണ്ട് കേട്ടോ ഈ ലാഗ് ആവുന്നത്. അത്രയും കമന്റ് വന്ന് കിടക്കുവാണ്. ഷഫിൾ ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്റെ ദൈവം, സ്റ്റാർട്ട് 3, 2, 1. ആരാണ് ആ ഭാഗ്യവാൻ? എന്റെ കർത്താവ്, ആദ്യത്തെ വീഡിയോ ആർക്കാ? ഡിനു രാജു. എടാ മോനെ, ഭാഗ്യവാൻ ഒരാള്, ആദ്യത്തെ ആള്. റൂൾസ് കറക്റ്റ് ആണോ നോക്കുവാണേ. 97,000 പേര് നമ്മുടെ ലൈവിൽ. 97,000 പേര്. ഒരു വീഡിയോയും കൂടെ ഉണ്ട്. 2 വീഡിയോ ഇട്ടിരിക്കുന്നത്, പോകരുത്. 98,000 പേര്. നമ്മൾ റൂൾ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ബ്രോ, എന്റെ ബ്രോ ഭാഗ്യവാനെ അടിച്ച്. ഓക്കെ, ഭാഗ്യം ബ്രോ, നിങ്ങള് ഒരുപാട് സന്തോഷം. നിങ്ങള് നമ്മുടെ കഴിഞ്ഞിട്ടില്ല,
ഇനിയും പോരുതാരും. നമ്മുടെ ലൈവിൽ ഇപ്പൊ 1 ലക്ഷം പേര്, നമ്മുടെ ലൈവിൽ 1 ലക്ഷം പേര്. ജോജി തമ്പി ഫോളോ, ഡോക്ടർ ബോച്ചെ. ഓക്കെ, 2 പേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്. ഓക്കെ, ആരും പോകരുത്. ഒരു വീഡിയോയും കൂടെ, ഒറ്റ വീഡിയോയും കൂടെ ഉണ്ട്. ഇതാ നമ്മുടെ ഡിനുവിന്റെ പേര് ബ്രോ. ഡിനു ബോച്ചെ, ഡിനു ഒന്നുമില്ലേ എന്റെ കൈ ഇപ്പുറത്ത്. ആദ്യത്തെ ഡിനു രാജു. അപ്പൊ ആദ്യത്തെ ഒരാളുടെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഒന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ബ്രോ, ഇതൊന്ന് ഫോട്ടോ എടുത്ത്, ഇതൊരു ഫോട്ടോ എടുത്തേ, പെട്ടെന്നൊരു ഫോട്ടോ എടുത്തു. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആദ്യത്തേത് ഒരാളെ കഴിഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇതാണ്. 24 ഹവേഴ്സിന്റെ ഗീവ് അവേ. കിട്ടാത്തവര് വിഷമിക്കണ്ട, ആരും തെറി വിളിക്കരുത്. ദൈവത്തെ ഓർത്ത് കിട്ടാത്തവര് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷറികൾക്കപ്പുറം ഒരു പേര്, അതായിരിക്കും നമ്മൾ അടുത്ത് അനൗൺസ് ചെയ്യുന്നത്. മോനെ, ലൈവിൽ ആരും വിളിക്കരുത്, ദൈവത്തെ ഓർത്ത് ലൈവിൽ വിളിക്കരുത്. ലൈവിൽ വിളിച്ചാൽ ബ്ലോക്ക് ചെയ്യും, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ലൈവിൽ ആരും വിളിക്കരുത്. പ്ലീസ് ഡിസ്റ്റർബ് ആക്കരുത്. നമ്മൾ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതിന്റെ ഒന്ന് വിന്നറെ ഒന്ന് സെലക്ട് ചെയ്തോട്ടെ. ഓക്കെ, കോപ്പി ലിങ്ക് നമ്മള് എന്നിട്ട് നേരെ കമന്റ് പിക്കർ, കോപ്പി പേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. വിഷമിക്കണ്ട, ആരും വിഷമിക്കണ്ട. ഇത് താറ് കിട്ടാത്തവർ ചിലപ്പോ സന്തോഷിക്കും അടുത്തത് വരുമ്പോഴത്തേക്ക്. സത്യം പറയാമല്ലോ, ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച വണ്ടിയാണ് ബോച്ച ഇപ്പൊ എന്നോട് പറഞ്ഞത്. അത്രേ ഉള്ളു, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഗീവ് അവേ നമ്മൾ പ്രോ ഗീവ് അവേ. ഇവിടെ ഗീവ് അവേ നമ്മൾ ഗീവ് അവേ തന്നെ കൊടുക്കുന്നു. ഗീവ് അവേ ടൈറ്റിൽ ഗീവ് അവേ കൊടുക്കുന്നു. വിന്നർ ഇതിന്റെ അകത്തുനിന്ന് ഒരാളെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നിന്നും ഒരാളെ തന്നെ. ഓക്കെ, മെൻഷൻ നമ്മൾ ഒരാളെ മെൻഷൻ പറഞ്ഞു. ഓക്കെ, ഒരു മെൻഷൻ. ഓക്കെ, സ്റ്റാർട്ട് ഗീവ് അവേ. നമ്മൾ സ്റ്റാർട്ട് ഗീവ് അവേ കൊടുക്കാൻ പോകണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കിട്ടാത്തൊരു വിഷമിക്കേണ്ട. ഒരുപാട് പേര് എന്നെ തെറി വിളിക്കും, എനിക്കറിയാം. എടാ മക്കളെ, ഞാൻ എന്തോ ചെയ്യാനാ, എല്ലാവരും ലൈവായിട്ട് കാണിച്ച് തന്നെ എല്ലാം ചെയ്യുന്നത്. ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അത് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ സ്റ്റാർട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതിൽ കിട്ടാത്തൊരു അടുത്തത് പിടിക്കാൻ നോക്കുക. അടുത്തത് ലക്ഷറികൾക്കപ്പുറം ഒരു പേര്, അതാണ്. എന്തുവായാലും എല്ലാവരുടെയും കിളി പോവും. അത്രേ ഉള്ളൂ. ബോച്ചയ്ക്ക് ഭ്രാന്തായതാ, വേറെ ഒന്നുമല്ല. ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു ബോച്ച എന്തിനാ ഇത്ര വിലയുള്ള സാധനം കൊടുക്കുന്നത്? എന്തിനാ പറഞ്ഞു, ഒരു രസമില്ലേ ചോദിച്ചു, ഞാൻ ഇരിക്കട്ടെന്ന്. അപ്പൊ ഓക്കെ, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ഗീവ് അവേ, സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റാർട്ട് നൗ, സ്റ്റാർട്ട് ഗീവ് അവേ. എന്റെ ദൈവമേ, ആർക്കാണോ കിട്ടുന്നത്? അപ്പൊ നമ്മുടെ ലൈവിൽ ഇപ്പം 1 ലക്ഷം പേരോളം അടുത്തുണ്ട് കേട്ടോ. 97,000 പേരോളം, 97 അല്ല 97 മേളിൽ പോകുന്നുണ്ട്. നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കിട്ടാത്തവര് വിഷമിക്കേണ്ട, നമുക്ക് അടുത്തവര് പിടിക്കാം. അതേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ഗീവ് അവേ എല്ലാവരുടെയും കിളി പോവും, എല്ലാരും ഞെട്ടും. അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. എല്ലാരും ഞെട്ടും. മറ്റേ ഡയലോഗ് ഇല്ലേ, കിട്ടിയ ചട്ടി ഊട്ടി. അതെ, കിട്ടിയ ചട്ടി അല്ലേ ഊട്ടി. അത്രയും വിചാരിച്ച ഇതൊന്നും 1 രൂപ ചെലവില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ചുമ്മാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മാറി കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി. സോറി, കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി. ഓ മൈ ഗോഡ്, നമ്മുടെ ലൈവില് 100K. നമ്മുടെ ലൈവില് 100K. 1 ലക്ഷം പേര് നമ്മുടെ ലൈവില്. 1 ലക്ഷം പേര്. നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. റെക്കോർഡ് ലൈവ്, റെക്കോർഡ്. ഓ എന്റെ ദൈവമേ, എന്റെ ദൈവം, അടിപൊളി. ഓക്കെ, 0. ഓക്കെ, ആരാണോ ഭാഗ്യവാൻ? ഓ മൈ ഗോഡ്, റാഫേ, ഭാഗ്യവാനെ. മോനെ, 2 പേരും വിന്നർ. എടാ മോനെ, എടാ നിനക്ക്, എടാ നോക്കടാ, നിനക്ക് അടിച്ചടാ. 1,05,000 പേര്. നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ജോജി തമ്പി ഫോളോ, ഡോക്ടർ ഫോളോ ചെയ്തിട്ടില്ല. എടാ മഹാഭാവി, എടാ വൃത്തികെട്ടാണ്. എന്ത് പരിപാടിയാടാ നീ കാണിച്ചത്? എടാ നീ ബോച്ചെ ഫോളോ ചെയ്തിട്ടില്ല. ഉണ്ട്. ഓ സോറി. സോറി. എടാ മോനെ,
സോറിയടാ, ഇതിൽ തെറ്റിദ്ധരിച്ച്. ഓക്കെ, ബോച്ചയും ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നെയും ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൂള് കറക്റ്റ്. റാഫിയെ മോനെ അടിച്ചടാ, നിനക്ക് ഒരു ഫോട്ടോ എടുത്തേ ബോച്ചെ. റാഫി ഒന്ന് എഴുതി. റാഫി. ഓക്കെ, ഇത് മുഹമ്മദ് റാഫിയുടെ കുടുംബക്കാരനാണോ? പാട്ടുകാരൻ. റാഫി അങ്ങനെ മതി, അത് മതി. ഓക്കെ, ഇനി ഇത് മാറ്റിക്കോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഒരു മിനിറ്റ്, രണ്ടും ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. കിട്ടാത്തവര് വിഷമിക്കേണ്ട, അതേ പറയുന്നുള്ളു. ഇതിലും വലിയ ഐറ്റം അടുത്തത് വരും. നിങ്ങള് എന്താ പറയുന്നത്, വരും, അതേ ഉള്ളു. ഇനി ഞാൻ ബ്രോ ഒരു കാര്യം, ഇനി ആരെങ്കിലും ബ്രോ ഇങ്ങനെ ലൈവ് കാണിച്ച്, അല്ല വന്നു ഇത് കാണിച്ചോ. ഇത് മൊത്തം അങ്ങനെയല്ല. ഓക്കെ, കാണുന്നുണ്ടല്ലോ, രണ്ടുപേരും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതാ നിങ്ങൾ പറയുന്നത്, ഇത് നമ്മള് ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾക്ക് താറും, രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ആൾക്ക് 1,00,000 രൂപയാണ് ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് നറുക്കെടുക്കും. അപ്പം നമ്മള് ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾക്ക് താറ് കൊടുക്കും, രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ക്യാഷ് പ്രൈസും കൊടുക്കും. നിങ്ങളെല്ലാം കാണിച്ച് നമ്മൾ ഒരേപോലെയാണ് മടക്കുന്നത്. ഈ എന്താ പറയുക, ഞാൻ ഇങ്ങനെ നറുക്ക് ഇങ്ങനെ ഈ പേപ്പറിനകത്ത് അല്ല, നമുക്ക് ഈ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സുഖമില്ല. ഇതിലെ ഇങ്ങനെയല്ലേ, പഴയ കാലത്ത് അത്രേ ഉള്ളൂ. രണ്ടും ഒരേപോലെ തന്നെ മടക്കിയിട്ടുണ്ട്. എല്ലാരും കാണിച്ചു തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെ മടക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്റെ ഒരു ജാക്ക്പോട്ടാണ്. ഇത് വീട്ടിലെ മറ്റേ ബഡ്സിന്റെ സാധനമാണ്. ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇതിലാണ് ചെയ്യുന്നത്. എന്തോ കുളം തോട്ടാൻ വന്നയാണോ? അല്ല, എന്നാലും പോച്ച നിങ്ങൾ അടുത്ത സാധനം എനിക്കൊന്നും പറയാനില്ല. അത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ണോടെ എന്തുവാന്നുള്ളത് എല്ലാരും ഞെട്ടും. ഇത് കേട്ടപ്പോ എന്റെ കിളി പോയി. അത്രയുള്ള നമ്മള് ഫസ്റ്റ് എടുക്കുന്ന ആരാണോ അവർക്ക് താറ്, രണ്ടാമത് എടുക്കുന്ന ആരാണോ അവർക്ക് 1,00,000 രൂപ. ഓക്കെ, മോച്ചെടുത്തു. നിങ്ങളെ ഞാൻ കണ്ടല്ലോ മോച്ചെ കണ്ണടച്ചെടുക്കുക. കണ്ണടച്ച് ഈ കണ്ണട കണ്ണട വെച്ചു, തല അങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, ശരി. എടുക്കട്ടെ. ഓക്കെ, എവിടെയാ? ഇവിടെ റാഫി 2023 8 മാസമായ ഫുൾ ഓപ്ഷൻ 4x4 ഓട്ടോമാറ്റിക് ഡീസൽ. ഇതിനപ്പുറത്ത് വേറൊരു വേരിയന്റ് ഇല്ല. പുതിയത് വേണമെങ്കിൽ 10-23 ലക്ഷം രൂപ കൊടുക്കണം. ഇപ്പൊ നീ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 19 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷെ ഇത് അതിലും കൂടുതൽ കിട്ടും. ഞാൻ അല്ല 5 ലക്ഷം അധികത്തിന് തമാശ പറഞ്ഞല്ലോ. ആരാധകൻ ചോദിച്ചാ 5 ലക്ഷം അധികം തരാന്ന് പറഞ്ഞില്ലേ? അത് തള്ളൊന്നുമല്ല, നിങ്ങളെ തള്ളാന്ന് വിചാരിക്കില്ല. അല്ല, പുള്ളി എന്നോട് അത് കാണിച്ചു തന്നു. കാരണം എനിക്ക് റെക്കോർഡ് കേൾപ്പ് ചെയ്തില്ല. വണ്ടികൾ കഴിയാതെ കൊടുക്കാറില്ല, ഇങ്ങനെ കൊടുക്കും. വെറുതെ കൊടുക്കും, കാശ് കൊടുക്കില്ല. അത് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ്. അപ്പൊ റാഫി മോനെ നിനക്ക് അടിച്ചു, അത്രേ ഉള്ളൂ. നമ്മുടെ റാഫി മോനെ ചെലവ് ചെയ്യണേ, ബോച്ചക്ക് ചെലവ് ചെയ്യണം കേട്ടോ. ഒന്നും പറയാനില്ല. അടുത്ത സാധനം നമ്മൾ ഇത് കൊടുക്കുമ്പം അനൗൺസ് ചെയ്യും. എനിക്ക് ഉറപ്പാണ്, ആരും ഒന്ന് ഞെട്ടും. അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്നോട് പറഞ്ഞപ്പം ഞാൻ ഞെട്ടി, അത്രേ ഉള്ളൂ. എന്റെ കിളി പോയി. ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? അറിയാം. ഇൻഷുറൻസ് ഒക്കെ എടുത്തേക്കണേ, പിന്നെ ബന്ധുസൊക്കെ ഓടിച്ചാ മതി. ഡ്രൈവിംഗ് അറിയില്ല ഇല്ല, കുഴപ്പമില്ല. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ആള് ഡിനു രാജുവിനാണ് നമ്മുടെ 1,00,000 രൂപ. 1,00,000 രൂപ ഡിനു രാജുവിന്. രണ്ടാം റാഫിക്ക് നമ്മുടെ താറ്. നിങ്ങളെല്ലാം കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, സമയമാകുമ്പോ ഭാഗ്യം വരും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഓരോ മാസവും ബോച്ചെ പറഞ്ഞേക്കുന്നത് വീട്, പിന്നെ ഡയമണ്ട്, ഗോൾഡ്, എന്തൊക്കെയാണ് അത് എല്ലാം കൊടുക്കും. പുതിയ സംഭവങ്ങളാണ്. എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നിങ്ങളുടെ എല്ലാ ആഴ്ചയിലും ഗീവയാണ്. ഞാൻ എല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കാനോ
ഭാര്യ മക്കളൊക്കെ ഇല്ല. അപ്പൊ ഒരുപാട് സന്തോഷം. എന്റെ ജീവിതത്തില് ഞാൻ നല്ലൊരു പച്ചയായ മനുഷ്യനെ കണ്ടു. അല്ല വേറെ ഒന്നുമല്ല, നല്ലൊരു മനുഷ്യ സ്നേഹി. വേണ്ട, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ചോദിച്ചു, നീ അതൊന്നും പറയണ്ട, നീ അത് പറ, നമ്മള് ഈ ആരും അറിയണ്ടാത്ത കാര്യം പറയണ്ട, അത് എന്നോട് പറയണം. പക്ഷെ നല്ലൊരു മനുഷ്യനൊക്കെ പറഞ്ഞാൽ മതി. അല്ല, തമാശ പറഞ്ഞല്ലോ. എനിക്ക് ബോച്ച വേറെ ഒന്നുമില്ല, നിങ്ങളെ വാക്കുകളോട് വർണ്ണിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് കേട്ടോ. വേറെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. കാരണം ഞാൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഒരു പിന്നെ ചാരിറ്റി ഒക്കെ പ്രളയ വണ്ടി കൊടുത്തു വിട്ടാൽ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം ഈ അടുത്തിടെയാണ്. ഞാൻ ഇപ്പൊ അടുത്ത ഈ ഇതിന്റെ വയനാടിന്റെ വിഷയം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് പാവങ്ങളോടൊക്കെ ഇതൊക്കെ ഒരു ആവശ്യം വരുമ്പോ അവിടെ ഓടിയെത്തുക. ഞാനും അതാണ്, ഞാൻ ബോച്ചെ കാണാൻ വന്നതും ഈ താറിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മീറ്റിംഗ്, അതായത് വേറെ ഒന്നുമില്ല, വേറെ ചാരിറ്റിയുടെ ഒരു കാര്യമായിട്ടാണ് ഞാൻ ബോച്ചെ കാണാൻ വന്നത്. അതായത് ഞാൻ വെറുതെ ചോദിച്ചാൽ ഈ താറ് കൊടുക്കുന്നു. ഈ നോർമലി നമ്മൾ ചിലവരാണെങ്കിൽ പറയും അല്ലെങ്കിൽ നോക്കാം, ഇത് നിങ്ങളൊന്നും പറയാതെ എന്നെ അകത്തിരുന്നിട്ട് ബോച്ച ഫോൺ നോക്കുക. ബോച്ച ഫോൺ നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു, ബോച്ച നമ്മുടെ താറ് ഒന്ന് കൊടുത്ത ഭാഗ്യത്തിന് വീട്ടില് ഞാൻ മാത്രം ഫോൺ നോക്കിട്ടാ പറയുന്നത്. നീ കൊടുത്തു, നമുക്ക് നോക്കാം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ഇങ്ങനെ വലിയൊരു മനസ്സുണ്ടല്ലോ എനിക്ക്. അത് എന്തു ആയിക്കോട്ടെ, ഇനിയും ബോച്ച അല്ല, ഇനിയും കാശ് കൊടുത്ത് മേടിച്ചൊരു സാധനം ഇത്ര ലക്ഷങ്ങൾ വിലയുള്ള ഇനി എന്തുണ്ടെന്ന് പറഞ്ഞാലും ശരി, കൊടുക്കാനൊരു മനസ്സ്, എന്തുണ്ടെങ്കിലും കൊടുക്കാനൊരു മനസ്സ്, അത് വേറെ മനസ്സ് തന്നെ, അതേ ഉള്ളു. അപ്പം ഇത്രയുള്ള നമ്മുടെ ലൈവില് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. ഒരുപാട് പേര് താറ് ആഗ്രഹിച്ച് നിന്നവരുണ്ട്. എല്ലാ ആഴ്ചയും കാത്തിരിക്കുക. ആഴ്ചയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം ബോച്ചെ. So conquer the world with love. Love you everybody. You're on Boche. Thank you all. Yes.